5000 രൂപ പരസ്യവിലയുള്ള ഒരു സാരി 4200 രൂപയ്ക്ക് വിറ്റാൽ ഡിസ്കൗണ്ട് ശതമാനം എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും നഷ്ടമായി തന്നെ കണക്കാക്കുക. നമ്മളൊരു കച്ചവടക്കാരൻ എന്ന രീതിയിൽ ഡിസ്കൗണ്ട് കൊടുക്കുക, മീൻസ് കിഴിവ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നഷ്ടം തന്നെയാണ്. അപ്പോൾ നഷ്ടവുമായിട്ട് കണക്കാക്കുക. പരസ്യവിലയെ നമ്മൾ വാങ്ങിയ വിലയായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ ഒന്നുകിൽ ഡയറക്റ്റ് ആയിട്ട് ഫോർമുല പഠിക്കുക. നമ്മൾ എന്താ ഡിസ്കൗണ്ട്, ഡയറക്റ്റ് ഫോർമുല ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു പരസ്യവിലയിൽ പരസ്യവിലയിൽ ഡിസ്കൗണ്ട് ഇൻറ്റു 100. ഇതിങ്ങനെ പഠിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഇത് അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്കൗണ്ടിന് നഷ്ടമായിട്ടും പരസ്യവിലയെ വാങ്ങിയ വിലയായിട്ടും കമ്പയർ ചെയ്യുക. വാങ്ങിയ വില മീൻസ് നമ്മുടെ മുടക്ക് മുതലാണ്. അത് നമ്മൾ ആ ടോപ്പിക് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ചിന്തിക്കുക. നമ്മൾ ഡയറക്റ്റ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, പരസ്യവില കൊടുക്കുക 5000. നമ്മൾ പരസ്യപ്പെടുത്തിയ വില 5000 രൂപ. ഡിസ്കൗണ്ട് എത്രയാ, 4200 രൂപയ്ക്ക് വിറ്റുവെങ്കിൽ 800 രൂപ ഡിസ്കൗണ്ട്. കാര്യം 5000 രൂപയുടെ സാധനം 4200 രൂപയ്ക്ക് കൊടുത്തു, 800 രൂപ ഡിസ്കൗണ്ട് ഇൻറ്റു 100. ഇനി അല്ലെങ്കിൽ നമ്മൾ എന്താ ചിന്തിക്കുക, നമ്മൾ ഈ പരസ്യവിലയെ വാങ്ങിയ വിലയായിട്ട് എടുക്കും. വാങ്ങിയ വില നമുക്ക് മുടക്ക് മുതലാണ്. അപ്പോൾ എന്താണ് 5000 രൂപ മുടക്കിയതിൽ 800 രൂപ നഷ്ടം വന്നു, ശതമാനം ഡിസ്കൗണ്ട് 800 രൂപ നഷ്ടം വന്നു. 5000 രൂപ മുടക്കിയപ്പോൾ 800 രൂപ നഷ്ടം വന്നു, ശതമാനത്തിലാകാൻ 100. അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഇത് ക്യാൻസൽ നമുക്ക് എന്താ പറയുക, ഈ 2 0 ക്യാൻസലായി, ഇത് 2 ക്യാൻസലായി. 5ഉം 80ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ 1 5 5 6 5 30 16% എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ 16% ഇതിൻ്റെ ആൻസർ. എളുപ്പമാണ് ചെയ്യാനായിട്ട്. 60 മാങ്ങകളുടെ വാങ്ങിയ വില 75 മാങ്ങകളുടെ വിറ്റ വിലയ്ക്ക് തുല്യം. നഷ്ടശതമാനം എന്ത്? അപ്പോൾ ഇതുപോലെ ചോദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 60 മാങ്ങകളുടെ വാങ്ങിയ വില 75 മാങ്ങകളുടെ വിറ്റ വിലയ്ക്ക് തുല്യം. നമ്മൾ എങ്ങനെ ഇത് ചെയ്യുക? നമ്മളിതിനെ ആദ്യം മനസ്സിലാക്കേണ്ടത് തിരിച്ചെടുക്കുക. നിങ്ങൾക്ക് പെട്ടെന്ന് തിരിക്കാൻ പറ്റുന്നില്ല, നിങ്ങളൊന്ന് എഴുതുക. ഓക്കെ, 60 മാങ്ങകളുടെ വാങ്ങിയ വില. അപ്പോൾ നമുക്ക് വാങ്ങിയ വിലയായി തോന്നുന്നത് എന്താണ്, 60 എന്നാണ്. ഇനി 75 മാങ്ങകളുടെ വിറ്റ വിലയായി തോന്നുന്നത് 75 എന്നുമാണ്. അങ്ങനെ എഴുതുക. എന്നിട്ട് എഴുതി കഴിഞ്ഞതിന് ശേഷം റിവേഴ്സ് ചെയ്യുക. അതായത് 60 എടുത്ത് ഇവിടെ കൊണ്ടുവയ്ക്കുക, 75 ഇവിടെ വയ്ക്കുക. ആദ്യമേ ഡയറക്റ്റ് എഴുതാൻ പറ്റും. അതായത് അങ്ങോട്ട് റിവേഴ്സ് ചെയ്യുക. വാങ്ങിയ വിലയായി തോന്നുന്ന 60 ആണെങ്കിൽ വിറ്റ വിലയാണ് 60, വിറ്റ വിലയായി തോന്നുന്ന 75 ആണെങ്കിൽ വാങ്ങിയ വിലയാണ് 60 എന്നെടുക്കാൻ പറ്റുമെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ എഴുതിയിട്ട് റിവേഴ്സ് ചെയ്യുക. ഓക്കെ, 75 രൂപയ്ക്ക് വാങ്ങിയ സാധനം 60 രൂപയ്ക്കാണ് വിറ്റത്. നഷ്ടമാണ് സ്വാഭാവികമായിട്ടും. അത് എത്രയാണ് നഷ്ടം? 75 രൂപയ്ക്ക് വാങ്ങിയിട്ട് 15 രൂപ കുറച്ച് കൊടുത്തു 60. സോ നഷ്ടം 15%. എങ്കിൽ നഷ്ടശതമാനം എന്താ? നമുക്ക് നഷ്ടശതമാനം എത്ര രൂപ മുടക്കി? 75 രൂപ മുടക്കി. അതായത് വാങ്ങിയ വില. ഫോർമുല പഠിക്കുന്നുവെങ്കിൽ വാങ്ങിയ വിലയിൽ നഷ്ടം ഇൻറ്റു 100. നമ്മൾ പറയുന്നത് എന്താണ്, 75 രൂപ ഞാൻ മുടക്കിയപ്പോൾ എനിക്ക് 15 രൂപ നഷ്ടമുണ്ടായി ഇൻറ്റു 100. ക്യാൻസൽ ചെയ്യാം. 1 5 1 15 15 5 15 75 ക്യാൻസൽ ചെയ്യുമ്പോൾ 20. സോ 20% അതിൻ്റെ എന്ത് എന്ന് പറയുന്നത്, 20% അതിൻ്റെ നഷ്ടശതമാനം എന്ന് പറയുന്നത്. അടുത്തത് 2 ചോദ്യങ്ങൾ. 8 സാധനങ്ങൾ വിറ്റപ്പോൾ 2 സാധനങ്ങളുടെ വാങ്ങിയ വില ലാഭം കിട്ടി. 8 സാധനങ്ങൾ വിറ്റപ്പോൾ 2 സാധനങ്ങളുടെ വാങ്ങിയ വില ലാഭം കിട്ടി. ലാഭശതമാനം എന്ത്? അടുത്ത് നോക്കി, 60 സാധനങ്ങൾ വിറ്റപ്പോൾ 10 എണ്ണത്തിന്റെ വിറ്റ വില ലാഭമായി കിട്ടി. ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ വാങ്ങിയ വിലയും ഇവിടെ വിറ്റ വിലയും വന്നിരിക്കുന്നത്. നേരത്തെ വന്നിരിക്കുന്നത് സാധനങ്ങളുടെ വാങ്ങിയ വില ലാഭം കിട്ടി, ഇവിടെ വിറ്റ വില ലാഭമായി കിട്ടി. അപ്പൊ ഈ 2 ചോദ്യങ്ങൾ ഒരുപോലെ തോന്നുന്ന എന്നാൽ വ്യത്യസ്തമായിട്ട് ചെയ്യേണ്ട 2 ചോദ്യങ്ങൾ. നമുക്ക് ഫോർമുല ഉപയോഗിച്ചും ചെയ്യാം, അതല്ലാതെ നമുക്ക് ലോജിക്ക് വെച്ചും ചെയ്യാൻ പറ്റും. നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ഈ 2 ചോദ്യങ്ങൾ ഒരുമിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കി പോകാന്നുള്ളത്. ഫോർമുല ഉപയോഗിക്കുന്നുവെങ്കിൽ ഒന്നാമത്തെ ചോദ്യം എങ്ങനെ ചെയ്യും നമുക്ക് നോക്കാം. നമുക്ക് ഇങ്ങനെയാണ്. എ സാധനങ്ങൾ വിറ്റപ്പോൾ ബി സാധനങ്ങളുടെ വാങ്ങിയ വില ലാഭമായി കിട്ടി. എ സാധനങ്ങൾ വിറ്റപ്പോൾ ബി സാധനങ്ങളുടെ വാങ്ങിയ വില ലാഭമായി കിട്ടി. ഫസ്റ്റ് ശ്രദ്ധിക്കുക, വാങ്ങിയ വില ലാഭമായി കിട്ടി. എങ്കിൽ എന്താണ് ലാഭശതമാനം എന്ന് ചോദിക്കുന്നുവെങ്കിൽ, ഇങ്ങനെ ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിൽ സാധാരണഗതിയിൽ ഇങ്ങനെ ചോദിക്കാം. ഇതുപോലെ ചോദ്യം. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യമാണ്. വാങ്ങിയ വിലയും വിറ്റ വിലയും നമുക്ക് തിരിഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ രീതിയിൽ ചോദിക്കുക എങ്കിൽ എ വിറ്റ് നോക്കാം. നമുക്ക് അതേ ഫോമിലാണ്. എ സാധനങ്ങൾ വിറ്റപ്പോൾ 8 സാധനങ്ങൾ വിറ്റപ്പോൾ 2 സാധനങ്ങളുടെ വില, അതായത് ബി സാധനങ്ങളുടെ വില, വാങ്ങിയ വില, എന്ത് വില? വാങ്ങിയ വില ലാഭം കിട്ടി. എങ്കിൽ ലാഭശതമാനം എന്ത് എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ട ഫോർമുല B/A × 100 എന്നാണ്. ഇത് ഫോർമുലയാണ്. അതായത് ഇവിടെ എന്താ വരിക? ഇവിടെ നോക്കി, ആദ്യം പറയുന്നത് ഇത് എ ആണ്, ഇത് ബി ആണ്. എങ്കിൽ B/A മീൻസ് 2/8 × 100. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 4 ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും? നമുക്ക് 25%. ഫോർമുല യൂസ് ചെയ്യുന്നെങ്കിൽ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫോർമുല യൂസ് ചെയ്യുന്നെങ്കിലോ ഇതേ സാധനമാണ്. നമുക്ക് ചെറിയ വ്യത്യാസം മാത്രമല്ല. എങ്ങനെയാണ്? എ സാധനങ്ങൾ വിറ്റപ്പോൾ ബി സാധനങ്ങളുടെ വിറ്റ വില തന്നെ ലാഭമായി കിട്ടി.
വിറ്റ വില തന്നെ ലാഭമായി കിട്ടി. നോക്കാം, 60 സാധനങ്ങൾ വിറ്റപ്പോൾ, A സാധനങ്ങൾ വിറ്റപ്പോൾ B സാധനം, അതായത് 10 എണ്ണത്തിന്റെ വിറ്റ വില, സോ B സാധനങ്ങളുടെ വിറ്റ വില എന്നാണ് കിട്ടിയിരിക്കുന്നത്. B സാധനങ്ങളുടെ വിറ്റ വില. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഫോർമുല അതാ ഇങ്ങനെയാണ്. ഇവിടെ വരുമ്പോൾ മുകളിൽ വരേണ്ടത് എപ്പോഴും B തന്നെയാണ്. ബൈ A മൈനസ് B ഇൻറ്റു 100. ഇതാണ് ഫോർമുല. B ബൈ A മൈനസ് B ഇൻറ്റു 100. അത് നോക്കാം നമുക്ക്. ഇവിടുത്തെ B എത്രയാ? ഇതാണ് A, ഇതാണ് B. എന്ത് വരും? B മുകളിൽ 10 എഴുതേണ്ടത്, മുകളിൽ 10. 10 ബൈ A മൈനസ് B, അതായത് 60 മൈനസ് 10 50 ഇൻറ്റു 100. ഇത് ക്യാൻസൽ 2 എന്ന് വരും. സോ 20%, 2 × 10 20% എന്ന് കിട്ടും. ഇത് ഫോർമുല. നിങ്ങൾക്ക് ഇതാണ് ബെറ്റർ ആയി തോന്നുമെങ്കിൽ, ഫോർമുലയാണ് ബെറ്റർ ആയി തോന്നുന്നെങ്കിൽ നിങ്ങൾ അത് തന്നെ ചൂസ് ചെയ്യുക. നിങ്ങൾ ലോജിക്കിലേക്ക് പോകണ്ട. ഈ ലോജിക്ക് വെച്ചാണ് ചെയ്യുന്നതെങ്കിലോ ഒന്നാമത് ചോദ്യം നമുക്ക് നോക്കാം. നമ്മൾ നോക്കേണ്ടത് വാങ്ങിയ വിലയെ ബേസ് ചെയ്താണ്. എന്തിനെ ബേസ് ആണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? വാങ്ങിയ വില, ഇവിടെ വിറ്റ വില. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വാങ്ങിയ വിലയെക്കുറിച്ചാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയുന്നത് വാങ്ങിയ വിലയാണ് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു സാധനത്തിന്റെ വാങ്ങിയ വില 1 രൂപ എന്ന് കരുതുക. ഒരു സാധനത്തിന്റെ വാങ്ങിയ വില 1 രൂപ. അപ്പൊ നമുക്ക് പറയാം ഒരു സാധനത്തിന്റെ വാങ്ങിയ വില 1 രൂപ എന്ന് ചിന്തിക്കുക. ഇതൊക്കെ മനസ്സിൽ ചിന്തിച്ചാൽ മതി. നമുക്ക് പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. 1 രൂപ. അങ്ങനെയെങ്കിൽ എത്ര സാധനങ്ങൾ? 8 സാധനങ്ങൾ വിറ്റു എങ്കിൽ 8 സാധനങ്ങൾ വാങ്ങണം. 8 സാധനങ്ങൾ വാങ്ങിയാലേ നമുക്ക് 8 സാധനം വിൽക്കാൻ പറ്റൂ. അപ്പൊ 8 സാധനത്തിന്റെ വാങ്ങിയ വില എത്രയാ? 8 സാധനങ്ങളുടെ വാങ്ങിയ വില 8 രൂപ. അപ്പോൾ വാങ്ങിയ വില കിട്ടി. 8 സാധനങ്ങളുടെ വാങ്ങിയ വില എത്ര കിട്ടി? 8 രൂപ എന്ന് കിട്ടി. ഇനി 2 സാധനങ്ങളുടെ വാങ്ങിയ വിലയാണ് ലാഭമായി കിട്ടിയത്. 2 സാധനങ്ങളുടെ വാങ്ങിയ വില, ഒരു സാധനത്തിന്റെ വാങ്ങിയ വില 1 രൂപയെങ്കിൽ 2 സാധനങ്ങളുടെ വാങ്ങിയ വില എത്രയായിരിക്കും? 2 രൂപയായിരിക്കും. അതാണ് ലാഭം കിട്ടിയത്. അപ്പൊ ലാഭം എത്രയാ? ലാഭം എന്ന് പറയുന്നത് എന്താണ്? 2 സാധനങ്ങളുടെ വാങ്ങിയ വിലയാണ് ലാഭം. ഒന്ന് ശ്രദ്ധിച്ച് വായിക്കാം നമുക്ക്. 2 സാധനങ്ങളുടെ വാങ്ങിയ വില ലാഭം കിട്ടി. ഒരു സാധനത്തിന്റെ വാങ്ങിയ വില 1 രൂപയാണെങ്കിൽ 2 സാധനങ്ങളുടെ വാങ്ങിയ വില എത്രയാണ്? 2 രൂപ. അപ്പൊ ലാഭം എത്രയാ? ലാഭം 2 രൂപ. അപ്പൊ ലാഭം കിട്ടി. നമുക്ക് എന്തറിയാം? സാധനങ്ങളുടെ വാങ്ങിയ വില കിട്ടി, ലാഭം കിട്ടി. നമുക്ക് ലാഭശതമാനമാണ് ചോദ്യം. നമുക്കറിയാം പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ലാഭശതമാനം. വാങ്ങിയ വിലയിൽ ലാഭം, അതായത് വാങ്ങിയ വില എത്ര? 8 രൂപ. എത്ര രൂപ ലാഭം കിട്ടി? 2 രൂപ ലാഭം ഇൻറ്റു 100. അതല്ലേ 8 2 × 100. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 25 എന്ന് കിട്ടും. കിട്ടി. ഇതാണ് ലോജിക്ക് വെച്ച് ചിന്തിക്കുന്നത്. ഇനി പറഞ്ഞേ, അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? വാങ്ങിയ വിലയെ ബേസ് ചെയ്തുകൊണ്ട് വാങ്ങിയ വില 1 രൂപയായിട്ട് എടുത്തു. ഇവിടെ നോക്കിയേ, വിറ്റ വിലയെ ബേസ് ചെയ്ത് പറയുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു സാധനത്തിന്റെ വിറ്റ, രണ്ടാമത്തെ ചോദ്യം, ഒരു സാധനത്തിന്റെ വിറ്റ വില 1 രൂപ. 1 രൂപ ശരിയല്ലേ? അപ്പൊ നോക്കാം നമുക്ക് എത്ര സാധനങ്ങൾ വിറ്റു? 60 സാധനങ്ങൾ വിറ്റു. അപ്പൊ 60 സാധനങ്ങൾ വിറ്റുവെങ്കിൽ 60 സാധനങ്ങളുടെ വിറ്റ വില 60 രൂപ. അപ്പൊ 60 സാധനങ്ങളുടെ വിറ്റ വില 60 രൂപ. ഇനി നോക്കാം, 60 സാധനങ്ങളുടെ വിറ്റ വില 60 രൂപയാണ്. എന്ത് കിട്ടി? 10 എണ്ണത്തിന്റെ വിറ്റ വില ലാഭമായി കിട്ടി. അപ്പൊ ലാഭം നോക്കാം. ലാഭം 10 എണ്ണത്തിന്റെ വിറ്റ വില ലാഭം. ഒരെണ്ണത്തിന്റെ വിറ്റ വില എത്രയാ? 1 രൂപ. 10 എണ്ണത്തിന്റെ വിറ്റ വില 10 രൂപ. അപ്പൊ ലാഭം എത്രയാണ്? 10 രൂപ. നോക്കി, വിറ്റ വില 60 രൂപയ്ക്ക് വിറ്റു, ലാഭം 10 എങ്കിൽ വാങ്ങിയ വില എന്തായിരിക്കും? വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ വിറ്റ വില മൈനസ് ലാഭമായിരിക്കും. വിറ്റ വില മൈനസ് ലാഭമല്ലേ? നമ്മൾ അതായത് വില 10 രൂപ കൂട്ടി വിറ്റപ്പോഴാണ് 10 രൂപ കൂട്ടിയായിരിക്കും വിറ്റത്. കാര്യം ലാഭം 10 രൂപയല്ലേ കിട്ടിയത്. ലാഭം 10 രൂപ കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര രൂപയ്ക്കാണോ വാങ്ങിയത് 10 രൂപ കയറ്റി വിറ്റു. അപ്പോഴാണ് 60 വന്നത്. എങ്കിൽ എത്ര രൂപയ്ക്കാണ് വാങ്ങിയത്? 50 രൂപയ്ക്കാണ് വാങ്ങിയത്. അങ്ങനെയെങ്കിൽ വാങ്ങിയ വില എത്രയാ? വാങ്ങിയ വില 50. ഇനി ചെയ്തുകൂടെ? കാര്യം വാങ്ങിയ വിലയിൽ ലാഭം 10 ഇൻറ്റു 100. ഈ 0 ക്യാൻസലായി. 5 10 ക്യാൻസൽ 2 2 × 10 20%. അപ്പൊ ഇത് ലോജിക്ക് വഴി ചെയ്യുന്നതും നേരത്തെ പറഞ്ഞത് ഫോർമുല വെച്ച് ചെയ്യുന്നതുമാണ്. നിങ്ങൾക്ക് ഏത് ബെറ്റർ? ഇതിപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് ഒന്നും എഴുതില്ല. നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ എഴുതുന്നത് എന്താണ്? 8 സാധനങ്ങളുടെ വാങ്ങിയ വില 8 രൂപ. കാര്യം 1 രൂപ നമ്മൾ മനസ്സിൽ ചിന്തിക്കും. ഇതിലായിരിക്കും ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏത് കംഫർട്ടായിട്ട് 2 രീതിയിൽ ചിന്തിക്കുന്നവരുണ്ടാവും. അതുകൊണ്ടാണ് 2 രീതിയിൽ നമ്മൾ ഇത് പറഞ്ഞു പോയത്. നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ ആ രീതി ചെയ്യാം. ഒരാൾ 8 ഓറഞ്ചുകൾ 10 രൂപ നിരക്കിൽ വാങ്ങി 10 എണ്ണം 8 രൂപ നിരക്കിൽ വിറ്റാൽ നഷ്ടശതമാനം എന്ത്? ഇപ്പൊ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ളൊരു ടൈപ്പിനാണ്. ഇതെല്ലാം നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും ഓർമ്മ പുതുക്കൽ എന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നോക്കാം, നമുക്ക് 8 ഓറഞ്ചുകൾ 10 രൂപ നിരക്കിൽ നമുക്ക് എന്തെഴുതാം? നമുക്കതറിയാം. നമ്മൾ എഴുതാണ് 8 ഓറഞ്ചുകൾ 10 രൂപ നിരക്കിൽ. അടുത്തത് എന്താ? 10 എണ്ണം 10 ഓറഞ്ചുകൾ 8 രൂപ നിരക്കിൽ നമ്മൾ വിൽക്കാം. ഇത് നമുക്ക് ഇതൊന്ന് ക്രോസ് ചെയ്യാം. എങ്ങനെയാണ്? 10 × 10 ഇവിടെ എഴുതുക 100. ദെൻ 8 × 8 64. നമ്മളിത് ഗുണിച്ചെഴുതി. അപ്പോൾ 10 × 10 100, 8 × 8 64 നമ്മൾ എഴുതി. നമ്മുടെ ചോദ്യം എന്താണ്? വിറ്റാൽ നഷ്ടശതമാനം എന്ത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇത് നമ്മുടെ എണ്ണത്തിൽ മാറിപ്പോകരുത്. ഇത് എണ്ണത്തിന്റെ കോളമാണ്, ഇത്
വിലയുടെ കോളം. എന്ത് കോളം? വാങ്ങിയും വിറ്റുകയും ചെയ്ത വിലയുടെ കോളമാണ് വിറ്റ വില, വിലയുടെ കോളം, അല്ലെങ്കിൽ രൂപ എന്തോ ആയിക്കോട്ടെ കോളമാണ്. അപ്പോൾ നമ്മളെപ്പോഴും നമുക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ചോദ്യം എന്താണ് നഷ്ടശതമാനം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് എപ്പോഴും നമുക്ക് കിട്ടിയ ആദ്യത്തെ പാർട്ട്, ഈ പാർട്ട് എന്ന് പറയുന്നത് വാങ്ങിയ വില ആയും ഇത് വിറ്റ വിലയായുമാണ് നമ്മൾ എടുക്കേണ്ടത്. ശ്രദ്ധിച്ചോളുക, ഇത് ആദ്യത്തെ പാർട്ട്. നമ്മൾ ആ ഓർഡർ തന്നെ വാങ്ങിയ വിലയും വിറ്റ വിലയും, വാങ്ങിയിട്ടാണ് വിൽക്കുന്നത്. സോ ആദ്യത്തത് വാങ്ങിയ വില, രണ്ടാമത്തെ വിറ്റ വില നടക്കുക. ഇനി നമുക്ക് എന്താണ് നഷ്ടശതമാനം? നമുക്കറിയാം എന്താ ചെയ്യണം, നമ്മൾ എത്ര രൂപ മുടക്കി? 100 രൂപ ഞാൻ മുടക്കി. നിങ്ങൾ ഫോർമുല ചെയ്യുക, വാങ്ങിയ വിലയിൽ നഷ്ടം × 100. ഞാൻ പറഞ്ഞത് വാങ്ങിയ വില 100 രൂപ മുടക്കിയപ്പോൾ എനിക്ക് എത്ര രൂപ നഷ്ടം ഉണ്ടായി? 100 രൂപയുടെ സാധനം 64 രൂപയ്ക്കാണ് വിറ്റത്, 36 രൂപ കുറച്ചാണ് വിറ്റത്. സോ 100 36 × 100, 100 ക്യാൻസൽ ആയിപ്പോയി. എന്താ വരിക? 36% നഷ്ടമുണ്ടായി. നോക്കാം, 36% നമ്മുടെ നഷ്ടം എന്ന് പറയുന്നത്. ആ ഒരു ചോദ്യം നമുക്ക് എളുപ്പമാണ്. ഇനി രണ്ട് ചോദ്യങ്ങൾ മുന്നേയും നമ്മൾ പറഞ്ഞാൽ ഒരുപോലെ തന്നെ, രണ്ടും മാറിപ്പോവാതെ ശ്രദ്ധിച്ചു തന്നെ ചെയ്യുക. ചോദ്യം: ഒരു കച്ചവടക്കാരൻ 2 വാച്ചുകൾ 1000 രൂപ വീതം വിലയ്ക്ക് വിറ്റപ്പോൾ ഒന്നിന് 10% ലാഭവും രണ്ടാമത്തിന് 10% നഷ്ടവും ഉണ്ടായി. കച്ചവടത്തിലെ ലാഭ നഷ്ട ശതമാനം എന്ത്? ഇതുപോലെ രണ്ടാം ചോദ്യത്തിലെ മാറ്റം നോക്കാം നമുക്ക്. 2 കാറുകൾ 5 ലക്ഷം രൂപയ്ക്ക് വാങ്ങി ഒന്നാമത്തത് 20% ലാഭത്തിനും രണ്ടാമത്തെ 20% നഷ്ടത്തിനും വിറ്റാൽ കച്ചവടത്തിലെ ആകെ ലാഭ നഷ്ട ശതമാനം എന്ത് എന്നുള്ളതാണ് ചോദ്യം. നോക്കാം എന്താ വ്യത്യാസം. ഇവിടെ 2 വാച്ചുകൾ 1000 രൂപ വീതം, ഓരോന്നും 1000 രൂപയ്ക്ക് വീതം വിലയ്ക്ക് വിൽക്കുകയാണ്. വാങ്ങിയ വിലയെക്കുറിച്ച് പറയുന്നില്ല. ഇവിടെ വാങ്ങിയ വിലയാണ് പറഞ്ഞിരിക്കുന്നത്. വാങ്ങിയിട്ട് രണ്ടും 5 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയിട്ട് ഒന്ന് 20%, മറ്റേ 20% ലാഭത്തിന് നഷ്ടത്തിന് വിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ വിറ്റ വിലയെക്കുറിച്ച് മാത്രം പറയുന്നു, ഇവിടെ വാങ്ങിയ വിലയെ കൂടി കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്, വാങ്ങിയ വിലയെ ബേസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നെങ്കിൽ, വാങ്ങിയ വിലയാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ വാങ്ങിയിട്ട് വിൽക്കുന്ന കേസ് ശ്രദ്ധിച്ച് പഠിച്ചോളുക. വാങ്ങിയിട്ട് വിൽക്കുന്ന കേസ് പറയുകയാണെങ്കിൽ അവിടെ രണ്ടും ഒരേ പെർസെൻറ്റേജ് ആണെങ്കിൽ, ആണ് എങ്കിൽ അവിടെ ലാഭമോ നഷ്ടമോ ഉണ്ടായിരിക്കില്ല, രണ്ടുമില്ല. ലാഭവും ചിലപ്പോൾ ഓപ്ഷനകത്ത് ലാഭവുമല്ല നഷ്ടവുമല്ല എന്ന് പറയും. അപ്പോൾ രണ്ടുമല്ല എന്നുള്ളതായിരിക്കും ആൻസർ. അപ്പോൾ ഓർമ്മിക്കുക, വാങ്ങിയ വിലയെ ബേസ് ചെയ്താണ് പറയുന്നതെങ്കിൽ, വാങ്ങിയ വില തന്നിട്ടാണ് പറയുന്നതെങ്കിൽ അവിടെ ലാഭമോ നഷ്ടമോ ഉണ്ടായിരിക്കില്ല. പക്ഷേ അവിടെ വിറ്റ വിലയാണ് വാങ്ങിയ വിലയെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. വിറ്റ വിലയെ ബേസ് ചെയ്താണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്നത് എപ്പോഴും ഒരേ പെർസെൻറ്റേജ് ആണെങ്കിൽ, നോക്കുക, ഒരേ പെർസെൻറ്റേജ് ആണെങ്കിൽ അവിടെ എപ്പോഴും നഷ്ടമായിരിക്കും ഉണ്ടായിരിക്കുക. നഷ്ടം. അപ്പോൾ അവിടെ നഷ്ടശതമാനമായിരിക്കും എപ്പോഴും, വേറെ ഒന്നും ചിന്തിക്കേണ്ട, നഷ്ടശതമാനം. അപ്പോൾ നഷ്ടശതമാനം എന്താണെന്ന് ചോദിച്ചാൽ ഫോർമുല എങ്ങനെയാണ്? x²/100 or a²/100 എങ്ങനെയാണോ പഠിക്കുന്നത് നമുക്ക്? a²/100 അത്രയും പെർസെൻറ്റേജ് ആയിരിക്കും നമുക്ക് അവിടുത്തെ നഷ്ടം. a²/100 ഇവിടെ എത്രയാണ്? ഇവിടെ നോക്കി, ഇവിടെ എന്ന് പറഞ്ഞാൽ 10 ആണ്. എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ് നമുക്ക് ഉണ്ടായത്? 10%. സോ എന്താ ചെയ്യുക? 10ന്റെ സ്ക്വയർ, അതായത് 10ന്റെ square/100%. 10ന്റെ സ്ക്വയർ 100 ആണ്. 100/100, അതായത് 1% അവിടുത്തെ നഷ്ടം. അത് ഓർമ്മിക്കുക. 10ന്റെ, അപ്പോൾ ഏതാണോ പെർസെൻറ്റേജ് പറയുന്നത് അതിന്റെ square/100 ആയിരിക്കും ആൻസർ. നമ്മൾ നേരത്തെയും പറഞ്ഞ, പക്ഷേ തിരിഞ്ഞു പോകരുത്, ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. വാങ്ങിയ വിലയെ ബേസ് ചെയ്ത്, വാങ്ങിയ വില കൊടുത്തിട്ട് പറഞ്ഞാൽ അവിടെ ലാഭമോ നഷ്ടമോ ഇല്ല. പക്ഷേ വിറ്റ വിലയെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ വിറ്റ വില മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വാങ്ങിയ വില പറഞ്ഞിട്ടില്ല എങ്കിൽ അവിടെ എന്താണ്? x²/100% ആയിരിക്കും നഷ്ടം. ഉറപ്പായിട്ട് നഷ്ടമായിരിക്കും. അത് x²/100% ആയിരിക്കും. 8ാമത്തെ ചോദ്യം: 8 ബുക്കുകൾ വാങ്ങിയപ്പോൾ 2 എണ്ണം സൗജന്യം കിട്ടി എങ്കിൽ ഡിസ്കൗണ്ട് ശതമാനം എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ നമ്മൾ തെറ്റിക്കുന്നത് 8ൽ 2 × 100 നമ്മൾ ചെയ്യും. 8ൽ 2 × 100 എന്ന് പറയുമ്പോൾ, അതായത് 8 എണ്ണം വാങ്ങിയപ്പോൾ 2 എണ്ണം ഫ്രീ സൗജന്യം കിട്ടി, × 100 എന്താ തെറ്റ് എന്ന് നമുക്ക് തോന്നാം. അപ്പോൾ നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇവിടെ അങ്ങനത്തെ ഒരു ആൻസർ നമുക്ക് ഉണ്ട്. നമുക്ക് 25% ആൻസർ കിട്ടും. ഓപ്ഷൻ ഫസ്റ്റ് തന്നെ 25 കിടക്കുന്നത്. പക്ഷെ അങ്ങനെ അല്ല ഇവിടെ ചെയ്യേണ്ടത്. ശ്രദ്ധിച്ച് നമ്മൾ നോക്കുക. നമ്മുടെ കയ്യിൽ ഇപ്പോൾ എത്ര ബുക്കുകളുണ്ട്? നമ്മുടെ കയ്യിൽ ഇപ്പോൾ 10 ബുക്കുകളുണ്ട്. നമ്മുടെ കയ്യിലാകെ 10. കാര്യം 8 എണ്ണം വാങ്ങിച്ചു, അപ്പോൾ 8 എണ്ണം വാങ്ങിച്ചു, 2 എണ്ണം സൗജന്യവും കിട്ടി. അപ്പോൾ ആകെ 10 ബുക്ക് കിട്ടി. പക്ഷേ ആ 10 എണ്ണത്തിൽ എത്ര എണ്ണം സൗജന്യം കിട്ടിയതാണ്? 2 എണ്ണം. ആ സൗജന്യത്തിന്റെ, അതായത് ഡിസ്കൗണ്ട്, 2 എണ്ണം ഡിസ്കൗണ്ട് കിട്ടിയതാണ്, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അപ്പോൾ അതാണ് നമ്മുടെ ചോദ്യം. അത് എത്രയാണ്? അപ്പോൾ ആകെ 10 എണ്ണത്തിൽ സൗജന്യം കിട്ടിയത് ഏത്, അതായത് ഡിസ്കൗണ്ട് കിട്ടിയത് ഏത്? എത്ര എണ്ണം? 2 എണ്ണം. അപ്പോൾ ആകെ 10ൽ 2 എണ്ണം സൗജന്യം കിട്ടി × 100. ഇതാണ് എൻ്റെ കറക്റ്റ് മെത്തേഡ്. അപ്പോൾ ശ്രദ്ധിച്ചോളുക. ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 10 എന്ന് വരും. 10 × 2 20% എന്ന് കിട്ടും. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് തന്നെ ഓർത്ത് വെച്ചു. ഇങ്ങനെയാണ് കുറച്ച് പ്രശ്നങ്ങളാണ് നമുക്ക് മറ്റേത് ചിന്തിക്കുമ്പോഴേ നമുക്ക് തോന്നും 8 എണ്ണം നമ്മൾ വാങ്ങി, 2 എണ്ണം, അപ്പോൾ 8ൽ 2 എണ്ണം സൗജന്യം. അങ്ങനെയല്ല, 10 എണ്ണത്തിൽ 2 എണ്ണം നമുക്ക് സൗജന്യം കിട്ടിയതാണ്. അങ്ങനെ തന്നെ ചിന്തിക്കാം. അടുത്ത ചോദ്യം: ഒരു സൈക്കിൾ 12% ലാഭത്തിനാണ് വിൽക്കുന്നത്.
15% ലാഭത്തിന് വിറ്റിരുന്നുവെങ്കിൽ 30 രൂപ ലാഭിക്കാമായിരുന്നു. യഥാർത്ഥ വില എന്ത്? ഇത് എളുപ്പത്തിൽ ഒരു മെത്തേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഞാൻ രണ്ട് മെത്തേഡ് ഞാൻ പറയാം. ചിലപ്പോൾ അത് ചിലർക്കും ക്ലിക്ക് ആവണമെന്നില്ല. അപ്പോൾ നമുക്ക് വേറൊരു മെത്തേഡ് കൂടി പറയാം. രണ്ട് മെത്തേഡുകൾ പറഞ്ഞു നോക്കാം. നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ അത് ചൂസ് ചെയ്യുക. അതല്ല അതിനകത്ത് രണ്ടിലും ക്ലിയർ ആയില്ല എങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് പറയാം. നോക്കാം. നമ്മൾ ഒരു സൈക്കിൾ 12% ലാഭത്തിന് വിറ്റു. 15% വിറ്റിരുന്നുവെങ്കിൽ 30 രൂപ ലാഭം കിട്ടിയേനെ. നോക്കാം നമുക്ക് എന്താ പറയുന്നത്. എത്രയാണ് ഇവിടെ ഉണ്ടായ പ്രത്യേകത? ലാഭം ഉണ്ടായ വ്യത്യാസം എന്താ? 15 - 12 3% ലാഭത്തിലുണ്ടായത്. ഇപ്പോൾ ലാഭ വ്യത്യാസം എന്ന് പറയുന്നത് 3%. അത് എത്രയാണ്? അത് 30 രൂപയാണ്. അങ്ങനെ പറയുന്നത്. അപ്പോൾ ലാഭത്തിലുണ്ടായി അങ്ങനെ നമ്മൾ 15% വിറ്റിരുന്നുവെങ്കിൽ നമുക്ക് 30 രൂപ അധികം കിട്ടിയേനെ, അധികം ലഭിച്ചേനെ. അപ്പോൾ അധികം വന്ന എത്രയാണ്? 3% നമ്മൾ അധികം. അതായത് 3% കൂട്ടിയിരുന്നുവെങ്കിൽ വില 30 രൂപ കൂടിയേനെ. അതാണ് എൻ്റെ മീനിങ്. അത്രേ ഉള്ളൂ. അതായത് 15% നിന്നും 12% വിറ്റിരുന്നപ്പോൾ എത്ര 500 രൂപയാണ് കിട്ടിയിരുന്നെങ്കിൽ 15% വിറ്റപ്പോൾ 530 രൂപ കിട്ടും. അതിനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ലാഭശതമാനം എന്ന് പറയുന്നത് 3% കൂട്ടുമെങ്കിൽ നമുക്ക് അവിടെ ലഭിക്കുന്ന ലാഭം 30% കൂടും. അപ്പോൾ 30 രൂപ കൂടും. അപ്പോൾ അതായത് 3%. അതായത് നമുക്ക് എന്താണോ യഥാർത്ഥ വില, നമ്മൾ വിറ്റ യഥാർത്ഥ വില എന്താണോ അതിൻ്റെ 3% 30 രൂപ എന്ന് പറയുന്നത് എന്ന് ചിന്തിച്ചാൽ എളുപ്പമാണ്. അങ്ങനെ ചിന്തിക്കാൻ എല്ലാവർക്കും പറ്റണമെന്നില്ല. ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായി. നിങ്ങളെ ആരെയും കുറച്ച് കാണിക്കുന്നില്ല. ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ 12% നിന്നും 15%ലേക്ക് 3% ലാഭം ഉയർത്തിയെങ്കിൽ, ലാഭശതമാനം 3 കൂട്ടിയെങ്കിൽ 30 രൂപ ലാഭം കിട്ടിയേനെ. അപ്പോൾ ആകെയുടെ നമ്മുടെ വിലയുടെ 3% കൂട്ടിയെങ്കിൽ 30 രൂപ ലാഭം കിട്ടിയേനെ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. എന്താണ്? യഥാർത്ഥ വിലയുടെ എത്ര ശതമാനം? 3%. 3% 30. അതായത് അധികം കിട്ടിയ തുക. യഥാർത്ഥ വിലയുടെ 3%. അധികം എന്ന് പറയാൻ 3%. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? യഥാർത്ഥ വില ഇൻറ്റു 100ൽ 3 ആണ് 30. എങ്കിൽ യഥാർത്ഥ വില എന്ന് പറയുന്നത് നമുക്ക് ഇതങ്ങ് അപ്പുറത്തുകൊണ്ടുമ്പോൾ എന്ത് ചെയ്യും? 30 അവിടെ ഉണ്ട്. ഇത് അവിടെ പോകുമ്പോൾ 3/100 അവിടെ പോകുമ്പോൾ 100/3 ആവും. സോ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 10 എന്ന് കിട്ടും. 10 × 100 1000 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതായിരിക്കും യഥാർത്ഥ വില. ഇത് നമ്മൾ ഡയറക്റ്റ് മെത്തേഡ്. ഇത് ചിലപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് കിട്ടണമെന്നില്ല. നമുക്ക് വേറൊരു വഴി കൂടെ നോക്കാം. നമുക്ക് എന്താ പറയുക? ആദ്യം നമ്മൾ 12% ലാഭത്തിനാണ് വിറ്റത് എങ്കിൽ നമുക്ക് വിറ്റ വില എന്തായിരിക്കും? നമുക്ക് വാങ്ങിയ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. വിറ്റ വില എന്ന് പറയുന്നത് വാങ്ങിയ വില ഇൻറ്റു എന്തായിരിക്കും? 100ൽ ലാഭശതമാനം. 100ൽ ലാഭശതമാനം. അത് 100ൽ ലാഭം, പ്രോഫിറ്റ്. 100ൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. VV is equal to 100ൽ 100p. 100p 100 + p ആണ്. ഇവിടെ ലോസ് ആയതുകൊണ്ട് 100 + ലോസ്. എത്ര ശതമാനം? 12% ലോസ്. 100 - L ആണ്. 100 - 12 88. ഇത് ഒന്നാമത്തത്. ഇനി 15% നമ്മൾ എന്താണ് കൂട്ടി വയ്ക്കാന്ന് വിചാരിക്കുക. സോറി 86 ലാഭത്തിനാണ് വയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് 100 - 12 112 എടുക്കാം. ഓക്കെ, കിട്ടി. ഇനി അടുത്ത രണ്ടാമത്തെ കേസ് പറയാം. വിറ്റ വില എന്ന് പറയുന്നത് വാങ്ങിയ വില ഇൻറ്റു 100ൽ 100p. എത്രയാ? 15%. 100ൽ 115. ഇത് രണ്ടാമത്തത്. ഇനി രണ്ടാമത് എത്ര രൂപ? ആദ്യം എത്രയാണോ വിറ്റ വില കിട്ടിയത് അതിനേക്കാൾ 30 രൂപ അധികമായി കണ്ടതില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ടാമത് കിട്ടിയതിൽ നിന്നും ആദ്യത്തത് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 30 രൂപ കിട്ടണം. ഇതിൽ നിന്നും ഇത് കുറയ്ക്കുമ്പോൾ വിറ്റ വിലയുള്ള വ്യത്യാസം എന്തായിരിക്കും? ഇതിന് ആദ്യം 500 രൂപയ്ക്കാണ് വിറ്റതെങ്കിൽ രണ്ടാമത് 530 ആയിരിക്കും. അപ്പോൾ വിറ്റ വിലയിലുള്ള വ്യത്യാസം അത് എത്രയായിരിക്കും? അത് 30 രൂപയായിരിക്കും. അപ്പോൾ ഇത് തമ്മിൽ കുറച്ചാൽ എനിക്ക് എന്ത് കിട്ടും? ഈ രണ്ട് സാധനങ്ങൾ തമ്മിൽ കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് 30 രൂപ കിട്ടണം എന്നാണ്. ആദ്യത്തെ വിറ്റ വില, രണ്ടാമത്തെ വിറ്റ വില. ഇത് തമ്മിൽ കുറയ്ക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം? എനിക്ക് 30 രൂപ കിട്ടണം. എങ്കിൽ ഇത് കുറയ്ക്കാം. ഏതൊക്കെയാണ്? വാങ്ങിയ വില, രണ്ടാമത്തെ വാങ്ങിയ വില ഇൻറ്റു 100ൽ 15 മൈനസ് വാങ്ങിയ വില ഇൻറ്റു 100ൽ 112 സമം നമുക്ക് 30 കിട്ടണം. കാര്യം വിറ്റ വിലകൾ ഇത് ആദ്യത്തെ വിറ്റ വിലയാണ്, ഇത് രണ്ടാമത്തെ വിറ്റ വില. ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് 30 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടണം. അപ്പോൾ ഇത് നോക്കി, ഇത് രണ്ടിൽ നമുക്ക് എന്തുണ്ട്? വാങ്ങിയ വില നമുക്ക് പുറത്തെടുക്കാൻ വേണമെങ്കിൽ അപ്പോൾ ഞാൻ വാങ്ങിയ വില പുറത്തെടുത്താൽ ബാക്കി എന്താ വരുന്ന? 115/100 മൈനസ് 112/100 സമം 30. നോക്കാം നമുക്ക്. വാങ്ങിയ വില എന്ന് പറയുന്നത് 100 രണ്ടിനും ചേർന്ന് ഒരുപോലെയാണ്. അതുപോലെ എഴുതി 115 മൈനസ് 112 3 ഈസ് ഈക്വൽ ടു 30. ഇതാണ് നമുക്ക് ഇവിടെയും കിട്ടിയത്. യഥാർത്ഥ വില ഇൻറ്റു 3/100 സമം 30. ഇത് അപ്പുറത്തുണ്ടെങ്കിൽ കുളിക്കുന്ന നമുക്ക് എന്തിനും പഴയത് തന്നെ കിട്ടും. എത്രയാണ്? 1000 രൂപ എന്ന് കിട്ടും. ഇങ്ങനെയും നമുക്കിതിനെ ചെയ്യാൻ പറ്റും. വാങ്ങിയ വില വയ്ക്കുക, ഇതിനടുത്ത് അപ്പുറത്ത് കൊണ്ടുപോകാം. നമുക്ക് ഇങ്ങനെയും 1000 എന്ന് കണ്ടുപിടിക്കാം. ഏതാണോ ബെറ്റർ, നിങ്ങൾക്ക് ഏതാണോ ക്ലിക്ക് ആവുന്നത് ആ മെത്തേഡ് ചെയ്ത്. കുറച്ചുകൂടി ലെങ്തിയാണ്, ചിലപ്പോൾ രണ്ടും ബുദ്ധിമുട്ടായിട്ടുണ്ട്. തീർച്ചയായും കോൺടാക്ട് ചെയ്ത് നമുക്കത് പറഞ്ഞ് ക്ലാരിറ്റി വരുത്തി തന്നെ മുന്നോട്ട് പോകാം. ഇനി നമുക്ക് 10ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 10ാമത്തെ ചോദ്യം. പഞ്ചസാരയുടെ വില 25% കുറഞ്ഞപ്പോൾ 500 രൂപയ്ക്ക് പഞ്ചസാര വാങ്ങിയ ഒരാൾക്ക് 5 കിലോഗ്രാം അധികം വാങ്ങാൻ കഴിഞ്ഞു.
എങ്കിൽ 1 കിലോഗ്രാം പഞ്ചസാരയുടെ ഇപ്പോഴത്തെ വില എന്ത്? കുറച്ച് കൺഫ്യൂസിംഗ് ആയി നമുക്ക് ഫീൽ ചെയ്യുന്ന ചോദ്യം. നമുക്ക് ആദ്യത്തെ പാർട്ട് മാത്രം നോക്കാം. പഞ്ചസാരയുടെ വില 25% കുറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ എത്രയാണ് ഇപ്പോഴത്തെ എമൗണ്ട് എന്ന് നമുക്ക് അറിയില്ല, പക്ഷേ അതിന് 25% കുറഞ്ഞിട്ടുണ്ട് എന്നറിയാം. അപ്പോൾ നമുക്ക് 1 കിലോയുടെ വില നമുക്കറിയില്ല. പക്ഷേ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ 500 രൂപയ്ക്കാണ് പഞ്ചസാര വാങ്ങിയത്. പഞ്ചസാര നമ്മൾ 500 രൂപയ്ക്ക് വാങ്ങി. അപ്പോൾ നമ്മൾ ആദ്യം 500 രൂപയ്ക്ക് വാങ്ങുന്നതിനേക്കാൾ 25% കുറച്ചിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്തത്? അടുത്ത പ്രാവശ്യം നമ്മൾ വാങ്ങിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 500-ൽ കുറവുണ്ടാവും. പക്ഷെ അവിടെ എന്ത് സംഭവിക്കില്ല. അങ്ങനെ കാര്യം നമ്മൾ എന്താണ് 500 രൂപയുടെ 25% കുറഞ്ഞു എന്ന് പറയുമ്പോൾ 500 രൂപയിൽ നിന്ന് കുറവുണ്ടാവും. നമ്മൾ എത്ര കിലോഗ്രാം? ഇപ്പൊ നമ്മൾ 10 കിലോഗ്രാമാണ് ആദ്യം വാങ്ങിച്ചെന്ന് വിചാരിക്കുക. 500 രൂപയ്ക്ക് 10 കിലോഗ്രാമാണ് ഞാൻ ആദ്യം പഞ്ചസാര വാങ്ങി എന്ന് കരുതുക. അപ്പോൾ പിന്നെ 10 കിലോഗ്രാം വാങ്ങാൻ എനിക്ക് 500 രൂപ ആകില്ല. 20% കുറയുമെന്ന് പറയുമ്പോൾ 1 കിലോ 10 കിലോഗ്രാം വാങ്ങാൻ എനിക്ക് 500 രൂപ ആകില്ല. പക്ഷേ നമ്മൾ അങ്ങനെ കുറച്ചല്ല വാങ്ങിയത്. വീണ്ടും എത്ര രൂപയ്ക്ക് തന്നെയാണ് വാങ്ങിയത്? 500 രൂപയ്ക്ക് തന്നെയാണ് വാങ്ങിയത്. അപ്പോൾ എന്ത് സംഭവിക്കും? കിലോഗ്രാമിൽ കൂടുതലുണ്ടാവും. നേരത്തെ എത്രയാണോ വാങ്ങിച്ചത് അതിൽ കൂടുതൽ കിട്ടും. കാര്യം എമൗണ്ട് സെയിം ആണെങ്കിലും അവിടെ വിലയ്ക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കാം. ഞാൻ 500 രൂപയ്ക്ക് പഞ്ചസാര വാങ്ങി എങ്കിൽ പുതുതായിട്ട് ഞാൻ 25% കുറവ് വന്നതിന് ശേഷം 500 രൂപയ്ക്ക് ഞാൻ പഞ്ചസാര വാങ്ങി എന്ന് വിചാരിക്കാം. ഞാൻ 500 രൂപയ്ക്ക് പഞ്ചസാര വാങ്ങി. അപ്പോൾ 500-ൽ കുറവുണ്ടാവും. നേരത്തെ എത്രയാണോ കിട്ടിയത് അത്രയും കിലോഗ്രാമിൽ അല്ലെങ്കിൽ അത്രയും തുകയിൽ വ്യത്യാസം ഉണ്ടാവും. കിലോഗ്രാം കൂടുകയും ചെയ്യും. അപ്പോൾ 500 രൂപയ്ക്ക് ഞാൻ പഞ്ചസാര വാങ്ങി എങ്കിൽ എനിക്ക് എമൗണ്ടിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്തായിരിക്കും നോക്കാം നമുക്ക്. 500-ന്റെ ഞാൻ എത്രയാണ് 1 കിലോഗ്രാമിന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ 500 രൂപയ്ക്കാണ് വാങ്ങുന്നത്. 500 രൂപയ്ക്ക് വാങ്ങുമ്പോൾ എനിക്ക് എന്ത് 25% കുറവുണ്ടാവും അതിൽ. അപ്പോൾ 500-ന്റെ 25% നോക്കാം. ഈ 2 പൂജ്യം ക്യാൻസൽ ആയിപ്പോയി. അതായത് 125 എന്ന് നമുക്ക് കിട്ടും. അതായത് എന്ത് രൂപ? 125 രൂപ എനിക്ക് കുറവുണ്ടാവും. പക്ഷേ ആ 125 രൂപ ഞാൻ കുറയ്ക്കുന്നില്ല. ഞാൻ 500 രൂപയ്ക്ക് തന്നെയാണ് ഞാൻ വാങ്ങുന്നത് വീണ്ടും. അപ്പോൾ കിലോഗ്രാമിന് വ്യത്യാസം ഉണ്ടാവും. എത്ര വ്യത്യാസം ഉണ്ടാവും? 5 കിലോഗ്രാം അധികം കിട്ടും. അതായത് ഈ അധികം കിട്ടിയ 5 കിലോഗ്രാമിന് എത്ര രൂപയാവും? 125 രൂപയാവും. അത്രേ ഉള്ളൂ. 5 കിലോഗ്രാമിന് 125 രൂപ. അങ്ങനെ ചിന്തിച്ചാൽ മതി. കാര്യം 500 രൂപയ്ക്ക് തന്നെയാണ് ഞാൻ വീണ്ടും വാങ്ങുന്നത്. ഞാൻ വില കുറയ്ക്കുന്നില്ല. അപ്പോൾ എനിക്ക് കിട്ടിയ 500 രൂപയ്ക്ക് ഞാൻ വാങ്ങുമ്പോൾ 25% കുറവുണ്ടാവും എന്ന് പറയുന്നത് 125 രൂപ കുറവുണ്ടാവും. ആ കുറവുണ്ടാവുന്നത് കോമ്പൻസേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാൻ കുറയ്ക്കുന്നില്ല, പകരം അതിന് കൂടി ഞാൻ എന്ത് ചെയ്യാൻ പറയാണ്? ആ കുറയുന്ന 125 രൂപയ്ക്ക് കൂടി എനിക്കത് വില കുറയ്ക്കേണ്ട, പകരം 125 രൂപയ്ക്ക് കൂടി പഞ്ചസാര തരാൻ പറയാണ്. അപ്പോൾ എനിക്ക് അധികം എത്ര കിട്ടി? 5 കിലോഗ്രാം. അപ്പോൾ ഞാൻ അധികം 125 രൂപ, എനിക്ക് കുറഞ്ഞു കിട്ടുന്ന 125 രൂപ ഞാൻ കുറയ്ക്കാണ്ട് ആ 125 രൂപയ്ക്ക് കൂടി പഞ്ചസാര ചോദിച്ചു. അപ്പോൾ എനിക്ക് എന്ത് തന്നു? 5 കിലോഗ്രാം അധികം തന്നു. അവിടെ നമുക്ക് മനസ്സിലാക്കാം 5 കിലോഗ്രാം പഞ്ചസാരയുടെ വില എത്രയാണ്? 125 രൂപയാണ്. എങ്കിൽ 1 കിലോഗ്രാമിന്റെ വില എന്തായിരിക്കും? 125/5, അതായത് 25 രൂപ. ഇതായിരിക്കും വില എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കാൻ 25 രൂപയാണ്. മനസ്സിലാക്കിയെടുക്കുന്ന നമ്മുടെ തിങ്ക് ചെയ്യുന്ന റൂട്ട് ക്ലിയർ ആക്കിയാൽ മാത്രമേ നമുക്കത് പെട്ടെന്ന് കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യം. നല്ലൊരു ചോദ്യമാണ്, നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ 10 ചോദ്യങ്ങൾ. പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നും സമയം നിങ്ങൾ നോക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. കാര്യം കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് പോർഷൻ ആയതുകൊണ്ട് സമയം നോക്കുന്നവർക്ക് നോക്കാം. നിങ്ങൾക്ക് സ്വന്തമായിട്ട് അനലൈസ് ചെയ്യാമല്ലോ നിങ്ങൾക്ക് എത്ര സമയം എടുത്തു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ടുള്ള ടോപ്പിക് ആണെങ്കിൽ ഇനി നമുക്ക് സമയമില്ല. എത്രയും പെട്ടെന്ന് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കുകളൊക്കെ ക്ലിയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് ഏത് തരത്തിൽ വേണം നമ്മൾ സഹായിക്കുക. നിങ്ങൾക്ക് എന്ത് ഡൗട്ടിനെങ്കിലും ചോദിക്കുക. കുറച്ച് ലേറ്റ് ആയാലും നമ്മൾ കൃത്യമായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു 10 ചോദ്യം. നിങ്ങൾക്ക് എത്ര മാർക്ക്? നിങ്ങളുടെ സീരീസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം പ്രതീക്ഷിക്കുന്നു. മറ്റ് 10 ചോദ്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം.